ഉപ്പുതറയിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശാസ്ത്രീയ പരിശോധനകൾ ആരംഭിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉച്ചയോടെ പോസ്റ്റ്മോർട്ടത്തിനയക്കും. ഉപ്പുതറ മത്തായിപ്പാറ MC കവലയ്ക്ക് സമീപം മലേക്കാവിൽ സുബിന്റെ ഭാര്യ രജനിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച പകലാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. യുവതിയായ വീട്ടമ്മ ചോര വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ശാസ്ത്രീയ പരിശോധനകൾ ആരംഭിച്ചു. ഉപ്പുതറ മത്തായിപ്പാറ MC കവലയ്ക്ക് സമീപം മലേക്കാവിൽ സുബിൻ എന്നു വിളിപ്പേരുള്ള രതീഷിന്റെ ഭാര്യ രജനി 38 ചോര വാർന്നു മരിച്ചത്. ചൊവ്വാഴ്ച പകലാണ് സംഭവം. കൊലപാതകമാണെന്ന് പോലീസ് പറയുന്നു. ഭർത്താവ് സുബിൻ ഒളിവിലാണ്. ഇയാൾക്കായി തെരച്ചിൽ ആരംഭിച്ചു. സുബിനും ഭാര്യ രജനിയുമായി കുടുംബകലഹവും പതിവായിരുന്നു. ഇത് സംബന്ധിച്ച് പലതവണ പോലീസിൽ കേസും ഉണ്ടായിട്ടുണ്ട്. ജനപ്രതിനിധികൾ ഇടപെട്ടും പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടത്തിയിരുന്നു. തമ്മിൽ വഴക്കിട്ട ശേഷം പിണങ്ങി കുടുംബ വീട്ടിൽ പോയിരുന്ന രജനി കഴിഞ്ഞ 1 മാസം മുൻപാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. ഇതിനുശേഷവും കലഹം പതിവായിരുന്നു. ഇവർക്ക് 3 മക്കളുണ്ട്. വളവോട് സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇളയ മകൻ ചൊവ്വാഴ്ച 4 മണിക്ക് വീട്ടിൽ വന്നപ്പോഴാണ് രജനി അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടത്. പലതവണ വിളിച്ചിട്ടും പ്രതികരിക്കാതെ വന്നപ്പോൾ അയലത്തെ വീട്ടിലെത്തി വിവരം പറഞ്ഞു. അയൽക്കാരെത്തി പരിശോധിച്ചപ്പോഴാണ് രക്തം വാർന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ പഞ്ചായത്ത് അംഗം ബിജു ചെമ്പ്ലാവിനെ അറിയിച്ചു. ബിജുവാണ് പോലീസിൽ വിവരം അറിയിച്ചത്. പോലീസ് എത്തി പരിശോധിച്ച ശേഷമാണ് മരിച്ചെന്ന് സ്ഥിരീകരിച്ചത്. തലയ്ക്ക് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. രക്തം തള്ളം കെട്ടി കിടപ്പുണ്ട്. ഭർത്താവ് സുബിൻ വളകോട്ടിൽ ടാക്സി ഡ്രൈവറാണ്. ഇഞ്ചുമന കരിപ്പറമ്പിൽ കുഞ്ഞുകുട്ടി രമണി ദമ്പതികളുടെ മകളാണ് മരിച്ച രജനി. ഇടുക്കി സ്പെഷ്യൽ ബ്രാഞ്ച് DYSP യൂനിസ് ഇന്നലെ രാത്രി തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇന്ന് രാവിലെ തന്നെ വിരലടയാള വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ്, സയന്റിഫിക് എക്സ്പെർട്ട് എന്നിവരുടെ പരിശോധനകൾ ആരംഭിച്ചു. പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം ഉച്ചയോടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.